கண்டிப்பாக எல்லா ஆடியன்ஸுக்குமே கனெக்ட் ஆகும், எல்லா ലാംഗ്വേജുക്കും എല്ലാ സ്റ്റേറ്റുക്കുമേ കണക്ട് ആവും. പെർഫോമൻസ് വൈസ് എല്ലാവരും കൊള്ളാം. പിന്നെ ശരത് കുമാറിൻ്റെ മേക്കപ്പ് ഇത്തിരി ബോറായിട്ട് തോന്നി പ്രായമാകുമ്പോഴും. കണ്ണ് നിറയും, കുടുംബങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറയാനുള്ള പടം തന്നെയാണ്. ഇനിയും കാണാം, കുടുംബക്കാർക്ക് കാണാം. അല്ലാതെ ഇപ്പോഴത്തെ കൊച്ചുപേന്മാർക്കൊന്നും കാണാനുള്ള ഇതല്ല. കണ്ടു തന്നെ പറയുക, കാരണം നല്ല പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഭയങ്കര ടിസ്റ്റോ കാര്യങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചൊന്നും കാരണം പക്കാ ഫാമിലി എൻ്റർടൈനർ. തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. നല്ല കാസ്റ്റാണ്. ശരത് കുമാറൊക്കെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. ദേവയാനി നല്ല പെർഫോമാണ്. സിദ്ധാർത്ഥ് നല്ല പെർഫോമാണ്. പറയാനില്ല എന്ന് വെച്ചാൽ അത്രയും ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. പടത്തിനെ കുറിച്ച് പറയാനായിട്ട് ഫാമിലി മാൻ എന്നുള്ള രീതിയിൽ സീനിയർ സിറ്റിസൺ എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന മൂവി. സൂപ്പർ. കണ്ടു തന്നെ പറയുക, കാരണം നല്ല പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഭയങ്കര ടിസ്റ്റോ കാര്യങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചൊന്നും കാരണം പക്കാ ഫാമിലി എൻ്റർടൈനർ. ഇമോഷണലായിട്ട് അയാളുടെ പേര് നായകൻ്റെ, അതായത് ശരത് കുമാറും മറ്റേ പുള്ളിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഓക്കെയാണ് പടം. നല്ല രീതിയിൽ ഹിറ്റ് അടിക്കേണ്ട ചാൻസ് ഉള്ള പടമാണ്. എടുത്ത് പറയുന്നത് ഫാമിലി ഡ്രാമ, ഫാമിലി ആയിട്ടുള്ള എല്ലാ ഫാമിലി ഓഡിയൻസിന് എല്ലാ രീതിയിലും കണക്ട് ആവുന്ന ഒരു മൂവി. പടം കൊള്ളാം, നല്ല പടം. ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പടം. എടുത്ത് പറയാനായിട്ട് എല്ലാവരും ആക്ടിങ് വൈസ് എല്ലാം നല്ല കിടിലമായിട്ടുണ്ട്. ടോട്ടലി നല്ലൊരു പടം. തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കാണേണ്ട പടം. അവർ നല്ല മെസ്സേജ് തരണുണ്ട്. ട്രെയിലറിൽ കണ്ട തന്നെ സ്റ്റോറി പക്ഷേ കിടിലമായിട്ട് എടുത്ത് വെച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ക്ലൈമാക്സ് എല്ലാം കൊള്ളാം, നല്ല ലാഗൊന്നുമില്ല. പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്, പക്ഷേ കാണേണ്ട ഒരു പടമാണ്. ഓടണം, നല്ലൊരു പടമാണ്. ട്രെയിലർ കണ്ടാൽ കിടിലം പടം. വേറെ മെയിനായിട്ട് ആക്ടിങ് എല്ലാം എല്ലാവരും കൊള്ളാം. ശരത് കുമാർ എല്ലാം കുഴപ്പമില്ല, കൊള്ളാം. ഫാമിലി സ്റ്റോറി കൊള്ളാം, കുഴപ്പമില്ല. കുടുംബത്തിന് കാണാനുള്ള പടം. കൊള്ളാം, കുഴപ്പമില്ല. നല്ല അഭിനയം. കണ്ണ് നിറയും, കുടുംബങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറയാനുള്ള പടം തന്നെയാണ്. ഇനിയും കാണാം, കുടുംബക്കാർക്ക് കാണാം. അല്ലാതെ ഇപ്പോഴത്തെ കൊച്ചുപേന്മാർക്കൊന്നും കാണാനുള്ള ഇതല്ല. എനിക്ക് നല്ല തൃപ്തിയായി പടം കണ്ട്. കൊള്ളാം, നല്ല പടം. ഫാമിലി നല്ല പടം. കൊള്ളാം, നല്ല പടം, കുഴപ്പമില്ല. നല്ല കുടുംബ സ്റ്റോറി. എടുത്തു പറയാൻ്റെ പഴയതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ പണ്ടത്തെ പടത്തെ പോലെ നല്ല പടം. நல்லா இருந்தது. படம் நல்லா இருக்குது. ஒரு ஃபேமிலி என்டர்டெயின் மூவி, நல்லா இருக்குது. இல்லை, மிடில் கிளாஸ் ஃபேமிலிக்கு ரொம்ப கனெக்ட் ஆகும். பட் எல்லோரும் பார்க்கக்கூடிய படம் தான். பர்ஃபார்மன்ஸ், எல்லாரோட பர்ஃபார்மன்ஸ் ரொம்ப நல்லா இருக்குது. ஒவ்வொரு வருஷமும் மாறும்போது ஏஜ் டிஃப்ரென்ஸ் எல்லாம் கரெக்டாக ஆக்ட் பண்ணியிருக்காங்க. நல்லாயிருக்கு. கண்டிப்பாக எல்லா ஆடியன்ஸுக்குமே கனெக்ட் ஆகும், எல்லா லாங்குவேஜுக்கும் எல்லா ஸ்டேட்டுக்குமே கனெக்ட் ஆகும். மெயின் கருத்து என்னன்னு பார்த்தீங்கன்னா, அதுதான் மிடில் கிளாஸ் ஃபேமிலியில் ஒரு வீடு கட்டுறதுக்கு எவ்வளோ கஷ்டப்படுறாங்க அப்படிங்கிறது தான் மெயின் கான்செப்ட். வேறு மியூசிக் எல்லாமே ரொம்ப நல்லாயிருக்கு. ரொம்ப எமோஷன்ஸ் அதிகமாக இருக்கும், எல்லாருக்கும் கனெக்ட் ஆகும். ஒவ்வொருத்தரோட கேரக்டருமே ரொம்ப அருமையாக நடிச்சிருக்காங்க. நல்லாயிருக்கு மூவி வந்துட்டு. നല്ല പടമാണ്. നല്ല ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടമാണ്. മലയാളമായിട്ട് കണക്റ്റ് ആവും. മറ്റേ ടൂറിസ്റ്റ് ഫാമിലി പോലെ ഒരു നല്ലൊരു പടം. മെസ്സേജ്, ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്ന ഒരു കഥയാണ്. നല്ല കാസ്റ്റാണ്. ശരത് കുമാറൊക്കെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. ദേവയാനി നല്ല പെർഫോമാണ്. സിദ്ധാർത്ഥ് നല്ല പെർഫോമാണ്. അത്രയും ഓവറോൾ നല്ല പടം. കിടിലം പടം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്, സീരിയസ്ലി. കാരണം ഒരു വീടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു സ്വപ്നമാണ്. അപ്പം അതെങ്ങനെ ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ള കാര്യമാണ്. കുറേ സ്ട്രഗിൾസ് ഉണ്ടാവും, അതിനെക്കുറിച്ച് പറഞ്ഞു പോകുന്നൊരു പടമാണ്. പറയാനില്ല എന്ന് വെച്ചാൽ അത്രയും ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഫാമിലി മൂവിയാണ് ബ്രോ. എല്ലാവർക്കും കണക്റ്റ് ആവും, റിലേറ്റബിളാണ്. വീട് വയ്ക്കുന്നതും നമ്മുടെ ലൈഫ് ലോങ് അതിൻ്റെ കഷ്ടപ്പാടും അതൊക്കെ തന്നെയാണ്. പാതി ആൾക്കാരുടെ എല്ലാം പാതി ലൈഫ് അതിന് വേണ്ടി എല്ലാം കൊള്ളാം. മലയാളികളെക്കാട്ടിയും കൂടുതലും ഒരു തമിഴ് ഓഡിയൻസിനെ കാട്ടിയ രീതിക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മലയാളം ഇവിടുത്തെ അറിയാലോ രീതി രണ്ടും. അവിടെ കൂടുതലും ഫ്ലാറ്റ്, നമ്മളിവിടെ അങ്ങനെ ഫ്ലാറ്റുകൾ വാങ്ങിക്കുന്ന ഇത് പരിപാടിയില്ലല്ലോ. കൂടുതലും സ്ഥലം മേടിച്ച് വീട് വയ്പ്പ്. പെർഫോമൻസ് വൈസ് എല്ലാവരും കൊള്ളാം. പിന്നെ ശരത് കുമാറിൻ്റെ മേക്കപ്പ് ഇത്തിരി ബോറായിട്ട് തോന്നി പ്രായമാകുമ്പോഴും. അല്ലാതെ വേറെ നെഗറ്റീവ് ഒന്നുമില്ല. പിന്നെ ചെറിയ ലാഗുണ്ട്, എന്നാലും ഫാമിലി മൂവി ആണ്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഫാമിലി മൂവി കുഴപ്പമില്ല, നല്ല ഉഗ്ഗന്നെ അഭിനയം. അതായത് സാധാരണ ഒരു ക്ലാസ് പടം, അത്രേ ഉള്ളൂ. അത്ര വലിയ ക്ലൈമാക്സ് അല്ല, സാധാരണ ഒരു കുടുംബമാണ്.